സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉപക്ഷേപമായി പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒരു പ്രശ്നവും കേരളത്തിലില്ല എന്നും സ്ത്രീ സുരക്ഷയ്ക്ക് പേരുകേട്ട സംസ്ഥാനമാണ് കേരളമെന്നും പോലീസ് കൃത്യമായ നടപടികൾ ഓരോ പ്രശ്നത്തിലും എടുക്കുന്നുണ്ട് എന്നുമാണ് ഇന്ന് മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതുൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആയിരുന്നു. ഈ സംഭവം കെ രമയാണ് ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമം കൂടി വരുമ്പോഴും സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കെ രമ വിമർശനം ഉന്നയിച്ചു. ഈ ദൃശ്യം ആണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇക്കാര്യം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. ഈ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഇന്ന് ഉപക്ഷേപം ഉന്നയിക്കാനിരിക്കെയാണ് പൊടുന്നനെ അറസ്റ്റ് ഉണ്ടായത്. പൂച്ചാക്കൽ കേസിലെ പ്രതികൾക്ക് ഭരണ സ്വാധീനമുണ്ടെന്ന് കെ രമ നിയമസഭയിൽ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു അത് കേസ് രജിസ്റ്റർ ചെയ്തു. സാർ ആ പ്രതികൾ എവിടെയാണ്? എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം ആ പ്രതികൾ CPM-കാരാണ് സാർ. CPM-ലെ പ്രവർത്തകരായ തൈക്കാട്ടുശ്ശേരിയിലെ CPM പ്രവർത്തകനായ ഷൈജു ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി. അപ്പോൾ പാർട്ടി ആണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയുടെ ഓഫീസിൽ ഉണ്ടായിട്ടും മറുപടി പറയാൻ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയില്ല. പകരം മന്ത്രി വീണ ജോർജാണ് കെ രമയുടെ ഉപക്ഷേപത്തിന് മറുപടി പറഞ്ഞത്. ഇതിലുള്ള അതൃപ്തിയാണ് കെ രമ ആദ്യം പ്രകടിപ്പിച്ചത്. അതിനുശേഷമാണ് അവർ വിഷയത്തിലേക്ക് വന്നത്. മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഒരാളെയും സംരക്ഷിക്കില്ലെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പറഞ്ഞു. അതുമാത്രമല്ല, ഈ പൂച്ചാക്കൽ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത കാര്യവും നിയമസഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂർ അംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ കേസ് എടുത്തു പോലീസ്. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം. പ്രാദേശികമായി CPIM പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല. അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരാതി നൽകിയിട്ടും ഒരന്വേഷണവും നടത്താത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് നിലപാട് പഠിപ്പിക്കാൻ വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സർ, ആ പരാതി കൊടുത്തിട്ട് 48 മണിക്കൂറും ഒരു അന്വേഷണവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല. സർ, 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ, അടച്ചുപൂട്ടണം. എന്തിനാ പോലീസ് സ്റ്റേഷൻ? ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ്? 19 വയസ്സുകാരിയെ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ? അപ്പൊ തന്നെ പോണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ? അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം. കേസിലെ 1-ാം പ്രതി ഷൈജു, സഹോദരൻ 2-ാം പ്രതി ശൈലേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമസഭയിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള വിഷയം ഉന്നയിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയായിരുന്നു. VV അരുൺ ചേരുകയാണ് നിയമസഭയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ സ്നേഹജനും ചേരുകയാണ്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഇന്ന് നിയമസഭയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം സംസാരിച്ചത്. ഇതിൽ പക്ഷേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയാൻ വരാത്തത് എന്ന ചോദ്യവും ഉയർന്നുവല്ലോ. അത് ശക്തമായ രീതിയിൽ ഉന്നയിക്കുവാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. പിന്നെ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്രമാത്രം വാചാലമായാണ് ഇന്ന് മന്ത്രി സംസാരിച്ചത്?
അരൂരിൽ എസ് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി നടുറോഡിൽ വെച്ച് പട്ടാപ്പകൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സംഭവമടക്കം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കുന്ന അതിക്രമങ്ങൾ മൂലം ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് നോട്ടീസ് നൽകിയത് ഉപക്ഷേപം അവതരിപ്പിച്ചത് കെ രമയായിരുന്നു. ഈ വിഷയം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ഉൾപ്പെടെ മറ്റു പല വിഷയങ്ങൾ, അതായത് കുസാറ്റിലും കാലിക്കറ്റ് സർവകലാശാലയിലും സ്ത്രീകൾക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അതിക്രമ സംഭവങ്ങൾ, അവരെ അപമാനിച്ച സംഭവങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു കെ രമ ഈ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിച്ചത്. അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ കെ രമ ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നോട്ടീസ് നൽകിയത്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു നോട്ടീസ് നൽകിയെന്ന്. പക്ഷേ അദ്ദേഹം ഈ സമയം ഫ്ലോറിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിയമസഭയിൽ ഓഫീസിലുണ്ടായിരുന്നു. പക്ഷേ മറുപടി പറയാൻ അദ്ദേഹം എത്തിയില്ല. പകരം മന്ത്രി വീണ ജോർജിനെയാണ് മറുപടി പറയാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. നമുക്കറിയാം കെ രമയുടെ ചോദ്യങ്ങൾ, കെ രമ നൽകുന്ന നോട്ടീസുകൾക്ക് മറുപടികൾ കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. നേരത്തെ TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയത് അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ അതിശക്തമായ പ്രതിഷേധ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി കെ രമയ്ക്ക് മറുപടി പറയാനുള്ള സാഹചര്യം വരുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം, അവരുടെ ആരോപണം. ഇന്നും ഈ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ഒരു അതൃപ്തി കെ രമ വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സർക്കാരിന് കൃത്യമായൊരു നയമുണ്ട്. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ്. ഇന്ന് ഈ സഭയിൽ നോട്ടീസിന്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകൻ മനു പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും പീഡിപ്പിച്ചടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നടപടിയെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം പ്രതികൾക്ക് നൽകിയിട്ടില്ല. CPM പ്രവർത്തകരാണ് ഈ പ്രതിപക്ഷം പരാമർശിച്ച 4 കേസുകളിലെയും പ്രധാന കേസുകളിൽ പലതിലും പ്രതികളെന്ന്, അല്ലെങ്കിൽ CPM നേതാക്കളോ പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ പാർട്ടി ബന്ധുക്കളോ ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെന്ന ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പക്ഷേ അത്തരം ആരോപണവും സർക്കാർ തള്ളിക്കളഞ്ഞു. ആരായാലും അവരെ സംരക്ഷിക്കില്ല, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മറുപടിയാണ് മന്ത്രി വീണ ജോർജ് നൽകിയത്. പക്ഷേ പ്രതിപക്ഷം അതിൽ തൃപ്തരായില്ല. ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നിലപാടെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളോ ഒക്കെ പ്രതികളായ കേസുകൾ, അവരുടെ ആ വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് AYFന്റെ വനിതാ നേതാവിനെ അടക്കം അപമാനിച്ച വിഷയം ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണോ നിങ്ങളുടെ നിലപാട്, ഇതല്ലേ നിങ്ങളുടെ നിലപാടെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല. മന്ത്രി വീണ ജോർജിന്റെ മറുപടിയിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശരി, വി അരുണാണ് നിയമസഭയിൽ നിന്ന് ഇത്രയും വിവരങ്ങൾ നൽകിയത്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. ശരണ്യയാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഈ ഉപക്ഷേപം വരുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ അറസ്റ്റ് നടന്നത്. ഉപക്ഷേപം വരുമെന്ന് അറിയാമല്ലോ സർക്കാരിന്. അപ്പോൾ പൊടുന്നനെ പോലീസിന് നിർദ്ദേശം നൽകുകയും അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തു എന്നാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതികൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ഷൈജു, ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷ്, ഇവർ രണ്ടുപേരുമാണ് ആ ദൃശ്യങ്ങൾ പ്രധാനമായും നിലാവെന്ന 19-കാരിയായ ദളിത് യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പ്രധാനമായി കാണുന്നത്. ഇവർ ഒളിവിലാണ് എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടെ നിയമസഭയിലേക്ക് വിഷയങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നാടകീയമായി ഇവരുടെ അറസ്റ്റ്, രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ നിലാവിനേറ്റ മർദ്ദനം, അത് ഒരു ദളിത് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന, നടു റോട്ടിൽ നേരിടേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ച് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ ഇത് സംബന്ധിച്ച് ആ പെൺകുട്ടിയും പ്രതികരണവുമായി നമ്മളോടൊപ്പം എത്തിയിരുന്നു. ക്രൂരമായ മർദ്ദനത്തിന്, അടിവയറ്റിലടക്കം ചവിട്ട് കിട്ടി, മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ക്രൂരമായ മർദ്ദനത്തിനാണ് താൻ ഇരയായത് എന്നുള്ളതാണ് അന്ന് നിലാവ് നമ്മളോട് തുറന്നു പറഞ്ഞത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് നിലാവിന്റെ സഹോദരങ്ങളെ തൈക്കാട്ടുശ്ശേരിയിലെ, പൂച്ചാക്കൽ തൈക്കാട്ടുശ്ശേരിയിലെ റോഡിൽ വെച്ച് ഈ ഷൈജുവും ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷും അവിടെ റോഡരികിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന ഇവർ ആക്രമിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന നിലാവ്, അത് തടയാൻ ശ്രമിച്ച നിലാവിനെതിരെ ആണ് പിന്നീട് ആക്രമണം നടന്നത്. ഷൈജു മുടിക്ക് കുത്തിപ്പിടിച്ച ആ യുവതിയെ താഴത്തേക്കിട്ട്, യുവതി എന്ന് പോലും പറയാം, 19 വയസ്സുള്ള പെൺകുട്ടിയാണ്, അവരെ താഴേക്കിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പുറകെ വന്ന ഷൈജുവിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു പൊതു റോഡിൽ,
അതായത് ഒരു PWD റോഡിന്റെ അരികിലായാണ് ഇത്രയും വലിയ ഒരു സംഭവങ്ങൾ നടന്നത് എന്നുള്ളതാണ്. അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് 3 മണിയോടുകൂടി. അതായത് ഈ സംഭവത്തിൽ പോലീസ് കാണിച്ച അലംഭാവമാണ് പ്രധാനമായും ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയത്. അതായത് 3 മണിക്ക് അവിടെ എത്തിയ ഈ സ്പോട്ടിലേക്ക് എത്തിയ അന്വേഷണ സംഘം, പൂച്ചാക്കൽ SI നേതൃത്വത്തിലുള്ള സംഘം, പൂച്ചാക്കൽ പോലീസ് അവിടെ എത്തുന്നു. അവിടെ എത്തിയ ഈ സംഭവ സ്ഥലത്ത് ഈ പെൺകുട്ടി മർദ്ദിക്കപ്പെട്ട ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുന്നു. പോലീസിന് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട തികഞ്ഞ ഉദാസീനതയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയിരുന്നു. 3 മണിക്ക് താൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം നൽകുമ്പോഴും രാത്രി 8 മണിക്ക് ന്യൂസ് 18 വാർത്താ സംഘം പൂച്ചക്കൽ SIയെ ബന്ധപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിലാവ് മർദ്ദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്നുള്ള രീതിയിൽ ലഘൂകരിച്ച് പറയുകയുമായിരുന്നു. പിന്നീട് ന്യൂസ് 18 തന്നെയാണ് അത് ജില്ലാ പോലീസ് മേധാവിക്ക് ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയത്തിൽ അവർ പ്രത്യേക താല്പര്യം എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് കേസ് എടുക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും പിറ്റേ ദിവസത്തേക്ക്, അതായത് ഈ സംഭവം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് നടക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കേസിൽ FIR ഇട്ടുകൊണ്ട് ഷൈജുവിനെ 1ാം പ്രതിയും ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷിനെ 2ാം പ്രതിയുമാക്കുന്നത്. ഹരിജൻ അട്രോസിറ്റി ആക്ടും ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള 364 അടക്കമുള്ള വകുപ്പുകളും ഒപ്പം തന്നെ സംഘം ചേർന്ന് ആക്രമിക്കുക എന്നടക്കമുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു, ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തായിരുന്നു പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പക്ഷെ ആ സമയത്തും നിലാവിനെതിരെയും പോലീസ് കേസെടുത്തു എന്നതായിരുന്നു ശ്രദ്ധേയം. അതായത് നിലാവ് ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ന്യൂസ് 18 നിലാവ് അത്തരമൊരു തുറന്നു പറച്ചിൽ ആദ്യമായി നടത്തുന്നതും ന്യൂസ് 18 അത്തരത്തിൽ പറഞ്ഞത് താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ആട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതിനകത്ത് അത് സാധൂകരിക്കുന്ന തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതായത് നിലാവ് തലേ ദിവസം നിലാവിന്റെ സഹോദരന്മാർ ഷൈജുവിന്റെ മകനെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ഷൈജു ഈ ഫോൺ എടുത്ത് ഈ കുട്ടികളുമായി, അതായത് അച്ഛൻ ഇവരോടൊപ്പം ഇല്ല, അമ്മുമ്മയുടെ സംരക്ഷണയിലാണ് ഈ കുട്ടികൾ വളരുന്നത്. അമ്മ കൂലിപ്പണി എടുത്താണ് ഈ 2 കുട്ടികളെയും നിലാവിനെയും വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വളരെ വലിയ അസഭ്യം ഇവരെ പറയുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ, നിലാവിന്റെ സഹോദരന്മാർ തിരിച്ച് ഇതിനെ മറുപടി പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷൈജു ആണ് ഈ പ്രാദേശിക CPMന്റെ സ്വാധീനമുള്ള ഷൈജു ആദ്യം പൂച്ചക്കൽ പോലീസിന് പരാതി നൽകുന്നു. പൂച്ചക്കൽ പോലീസ് വിളിക്കുമ്പോൾ നിലാവും രാവിലെ പരാതിയുമായാണ് തങ്ങളോട് ഇത്രയും അസഭ്യം പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിലാവും പരാതിയുമായാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ 2 പരാതികളിൽ ഏകപക്ഷീയമായി നിലാവിന്റെയോ സഹോദരങ്ങളുടെയോ ഭാഗം കേൾക്കാതെ ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ ശേഷം ഷൈജുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പോലീസ് ഇവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ, അതായത് ആദ്യ ഘട്ടത്തിലെ പരാതി സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രത്യേകിച്ച് അച്ഛന്റെ സംരക്ഷണം പോലും ഇല്ലാത്ത കുട്ടികളാണ്. അവർക്ക് വേണ്ടി അനുകൂലമായി അവരുടെ പ്രശ്നം എന്താണ് എന്ന് പരിഹരിക്കാനുള്ള ഒരു ഔചിത്യബോധമോ ഇടപെടലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ന്യൂസ് 18 ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് വൈകിട്ട് 3 മണിയോടെ നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള അക്രമ സംഭവം ആ തെരുവിൽ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ വിഷയത്തിനകത്ത് ഇപ്പോൾ ഉചിതമായൊരു നടപടി ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടതിനു ശേഷം പിന്നീട് ഉചിതമായൊരു നടപടി ഉണ്ടാവുകയും പോലീസ് വേഗത്തിൽ FIR ഇടുകയും ചെയ്ത് കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും പ്രതികളെ പിടിക്കാനുള്ള ഒരു സമ്മർദ്ദം, പോലീസ് പ്രതികളെ പിടിക്കുന്നതിലുള്ള ഒരു അലംഭാവം അതിനകത്ത് വീണ്ടും ഈ ഷൈജു ഒന്നും അത്ര ഒളിവിൽ പോകാനോ മറ്റു പശ്ചാത്തലമുള്ള ആളുകളൊന്നുമല്ല. ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളെ പിടിക്കാനായി പോലീസിന് കഴിയുന്നില്ല. നിലാവ് ആശുപത്രിയിലേക്ക്, അതായത് തന്റെ ശരീരത്തിന്റെ സാഹചര്യം കുറച്ചുകൂടി മോശമായതിനെ തുടർന്ന് നിലാവ് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ആദ്യം BJP ആണ് പൂജക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി. പിന്നീട് KC വേണുഗോപാൽ MP അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇരട്ട നീതി നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ശരണ്യ, എന്തായാലും ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും അങ്ങനെ അതിന് തൊട്ട് മുൻപ് അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ് ഇന്ന് കണ്ടത്.